കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ അപകടം. ഉള്ളിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ഇത് എവിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്? എന്താണ് നിലവിലെ അവസ്ഥ? കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിന് സമീപത്തുള്ള കോപ്പൻ ഫോളിയ എന്ന് പറയുന്ന ഹോട്ടലിന് സമീപത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കെട്ടിടം, ഒരു നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് തൊട്ടടുത്തുള്ള കുന്ന് ഇടിഞ്ഞു വീഴുകയായിരുന്നു. വലിയ പാറക്കല്ലുകളും മണ്ണുമാണ് ഇടിഞ്ഞു വീണത്. ഇവിടെ തൊഴിലാളികൾ ആ സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഒരു സംശയമാണുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം, അതായത് ആളെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ പെട്ടെന്ന് ആളുകൾ, ഈ തൊഴിലാളികൾ ഇവിടെ ഈ കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ തൊട്ടടുത്തുള്ള ഒരു കുന്ന്, വലിയൊരു കുന്ന്, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ കുന്നിൽ നിന്നും മണ്ണിടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ഈ കുന്ന് ഇടിഞ്ഞു വീണാണ് ഈ അപകടം ഉണ്ടായത്. ഈ അപകടം ഉണ്ടായതിനെ തുടർന്നാണ് ഇതിൽ ഒരു തൊഴിലാളി, ഈ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു തൊഴിലാളി ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നത്. അതിപ്പോൾ നമ്മളോടൊപ്പം നാട്ടുകാർ ഇതോടെ ചേരുന്നുണ്ട്. അവർ എന്താണ് ഉണ്ടായത്? വീട്ടിലേക്കുള്ള വഴിയാണ് ഇത്. 2 ആഴ്ച മുന്നേ അവിടെ ഇടിഞ്ഞു വീണിരുന്നു. അപ്പോൾ അത് പറഞ്ഞത് ഇവർക്ക് സ്റ്റേ ഓർഡർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവർക്ക് പണിയെടുക്കാൻ പാടില്ല. എന്നിട്ടും ഇവർ പണിയെടുത്ത് വീണ്ടും എല്ലാവരും ഇത് വന്നത് ചെയ്ത പറഞ്ഞതാ കാര്യങ്ങൾ. ഇങ്ങനെ ഫസ്റ്റ് മഴയ്ക്ക് ഇവർ ഇതാക്കി കോൺക്രീറ്റ് ഇട്ട് വെള്ളം കൊണ്ട് ഇറങ്ങേണ്ട വിചാരിച്ചിട്ട് ഇതൊക്കെ ചെയ്തു. രണ്ടാമത്തെ ഇവരോട് ഉദയ റെസിഡൻസിക്കാർ വന്ന് ഇതൊക്കെ ചെയ്ത് നിർത്താനും കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഒന്നും ചെയ്യാത്ത രൂപത്തിലാണ് ഇവർ ചെയ്തത്. രണ്ടാമതും തുടങ്ങിയതാണ് ഈ സംഗതി. ഇത് ഈ ഭാഗം ഒന്നായിട്ട് പിടിഞ്ഞ് ഇത് രണ്ടാമത് ഇവിടെ ഈ ഇവർ സർവീസും കാര്യങ്ങളും ഇവിടെ എത്തിയപ്പോഴാണ് രണ്ടാമത് ഈ ഭാഗം കൂടി ഇങ്ങോട്ട് ഇടിഞ്ഞു പോകുന്നത്. അപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചിരുന്നോ? പോലീസിനെ അറിയിച്ചിരിക്കുന്നു. ഇവിടുത്തെ ആൾക്കാർ റെസിഡൻസി പോലീസുകാരനെ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ പോലീസ് സ്ഥലത്തെത്തിക്കുന്നു. ഈ നാട്ടുകാരാണ് ഇപ്പോൾ അപകടം നടന്ന സംഭവം വിശദീകരിക്കുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ സംഭവം ദൃക്സാക്ഷി, അതായത് നേരിട്ട് കണ്ട ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നത്. എപ്പോഴാണ് അപകടം ഉണ്ടായത്? ഞാനല്ല നേരിട്ട് കണ്ട്.